This is my first professional gravel bike. The adventure begins. Excited. Yeah. ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബീയിങ് ഇൻ ജർമ്മനി. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. എന്താണ് കാര്യം? ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഒരുപാട് കാലം ഞങ്ങൾ ആഗ്രഹിച്ച് സെർച്ച് ചെയ്ത് ഇന്നൊരു സാധനം വാങ്ങിക്കാൻ പോവാണ്. റിയലി എക്സൈറ്റഡ്. നമ്മളൊരു സൈക്കിൾ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ക്ലൈൻ ആൻഡ് സൈക്കിളിൽ ഒരു ആഡ് കണ്ടിട്ട് ഒരു സൈക്കിൾ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ പിറ്റേന്ന് തന്നെ പോയിട്ട് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാം കൂടെ ഒരു ഓട്ടായതുകൊണ്ട് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഇന്നും സെയിം തന്നെയാണ്, പെട്ടെന്ന് കണ്ടതാണ്, ഓടുന്നതാണ്. പക്ഷെ ഇന്നെന്തായാലും വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അതിനൊരു ചെറിയൊരു ടൈം കിട്ടി. നമുക്ക് പെട്ടെന്ന് തന്നെ പോണം. എന്റെ സൈക്കിൾ വാങ്ങാൻ പോകുമ്പോൾ ഒരു 3.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രാവൽ ചെയ്തിട്ടാണ്. അതും ഞങ്ങൾക്ക് വാങ്ങിക്കുമെന്നുള്ളൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഒന്നും ആക്കാതിരുന്നത്. അതെ, പോയി നോക്കുക എന്ന രീതിയിൽ ഞങ്ങളുടെ ഫ്രണ്ട് വിഷ്ണുവും കൂടെ ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ടാണ് അത് പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് വന്നത്. അവിടെ പോയപ്പോ വിഷ്ണു ആക്ച്വലി ഈ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് അവന് കുറച്ചൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ വന്നിട്ട് സൈക്ലിങ്ങിനോട് ഇത്രയും ഇൻട്രസ്റ്റ് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ആണ്. അവന് ഇതുപോലെ സോളോ റൈഡും 100 കിലോമീറ്റേഴ്സ് റൈഡ് അങ്ങനെയൊക്കെ പോകും. ഇവിടുന്ന് അവൻ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് നമ്മൾ വിഷ്ണുവിനെ കൂട്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നും നമ്മളെ കൂടെ വിഷ്ണു വരുന്നുണ്ട്. വിഷ്ണുവിന് 2 ദിവസം നമ്മൾ കാരണം പോയി. അതെ, പൈസ എടുത്തിട്ട് വേണം നമ്മൾ പോവാൻ. നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. ജർമ്മനിയിൽ സൈക്ലിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് സൈക്ലിംഗ് ട്രാക്കുകളുണ്ട്, ഒരുപാട് റൂട്ടുകളുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് നമുക്കിവിടെ സൈക്ലിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 പേർക്കും സൈക്ലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒരുപാട് കാലമായി ഇവിടെ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി സൈക്കിൾ ഉണ്ട്. പക്ഷെ അത് വെച്ച് നമുക്ക് അധികം ലോങ് ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി കുറച്ച് ലോങ് ഒക്കെ പോകണം, ജർമ്മനി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം സൈക്കിൾ എന്നൊക്കെ വിചാരിക്കണം. സോ ഫൈനലി അതിനുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരികയാണ്. ഹലോ, അങ്ങനെ വിഷ്ണു ഞങ്ങളെ ബാനോഫിൽ എത്തിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സൈക്കിള് വാങ്ങിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന അതേ എക്സൈറ്റ്മെന്റ് തന്നെയാണ് വിഷ്ണുവിനും ഉണ്ടായിരുന്നത്. സൈക്ലിങ്ങും ക്യാമ്പിങ്ങും എന്നൊക്കെ പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് വിഷ്ണു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ സജഷനിലാണ് ഞങ്ങൾ ഈ 2 സൈക്കിളും വാങ്ങിച്ചത്. ഹലോ വിഷ്ണു. ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഞാൻ പറയാം. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് വിഷ്ണു. അദ്ദേഹം ഒരു ചെറിയ ആളല്ല, വലിയ സംഭവമാണ്. 1.5 മണിക്കൂറേ ട്രാവൽ ഉള്ളായിരുന്നെങ്കിലും ഞങ്ങൾക്ക് 2 സ്റ്റേഷൻ മാറിക്കയറാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത ട്രെയിൻ എടുക്കാൻ പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടുന്ന് ഒരു 15 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മളവിടെ പോയിട്ട് കളക്ട് ചെയ്യാം. എക്സൈറ്റഡ്. ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഗൈസ്, എക്സ്പെർട്ട് വിഷ്ണുവിനോട് ചോദിക്കാം, എന്തിനാ വന്നത്? നമ്മള് വിഷ്ണുവിനെ കൂട്ടി വന്നൊക്കെയാണ് സൈക്കിൾ വാങ്ങിക്കാൻ അല്ലേ? നമ്മുടെ 2 സൈക്കിൾ വാങ്ങിക്കാൻ ഹെൽപ്പ് ചെയ്ത മെയിൻ ഓൾറെഡി നമ്മുടെ സൈക്കിൾ വാങ്ങി ഹെൽപ്പ് ചെയ്ത ആളാണ്. അതുപോലെ ഇനി അടുത്ത സൈക്കിൾ വാങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്. അതെ അതെ അതെ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. സൈക്കിൾ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനുണ്ടായിരുന്നില്ല, കാര്യമായിട്ടൊന്നും ചെക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. നല്ല ഫ്രഷ് പീസ് പോലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് അത് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കി, ഒരുപാട് കാര്യങ്ങൾ നോക്കി. സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പണി എന്താന്ന് വെച്ചാൽ, ബാനോഫിൽ നിന്ന് അവരെ വീട്ടിലേക്ക് കുറച്ചധികം പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവർ കാർ എടുത്തിട്ടാണ് ബാനോഫിൽ വന്നത്. അങ്ങനെ അവരുടെ കാറിൽ കയറിയിട്ട് ഞങ്ങൾ അവരുടെ വീട് വരെ വന്നു. പക്ഷെ സൈക്കിൾ കൊണ്ടുപോകാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല.
ഞങ്ങളെ ട്രെയിനാണെങ്കിൽ ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു ഓപ്ഷനൊന്നുമില്ല. നമ്മളെ വിഷ്ണുവിൻ്റെ കയ്യിൽ തന്നെ ഞങ്ങൾ സൈക്കിൾ ഏൽപ്പിച്ചു. അവനത് റൈഡ് ചെയ്തിട്ട് ഷോർട്ട് കട്ടിലൂടെ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവരുടെ കാറിൽ തന്നെ കയറി അവർ തിരിച്ചു കൊണ്ടാക്കി തന്നു. അപ്പോൾ നമ്മൾ സാധനം വാങ്ങി, പക്ഷേ ഞങ്ങൾക്ക് കാറിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പം വിഷ്ണു അത് ചവിട്ടി വരുന്നുണ്ട്. നമ്മളിവിടെ എത്തി. ഓക്കെ, നമ്മളിവിടെ ഇറക്കി വിട്ടു. ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവര് ഇവിടെ കൊണ്ടുതരുന്നായിരുന്നു. പക്ഷെ അവരിവിടെ കൊണ്ടു തന്നില്ല. അവര് വണ്ടിയിൽ കൊള്ളില്ല. നമ്മളവിടെ പോയി ചെക്ക് ചെയ്തു, വാങ്ങിച്ചു. അപ്പം ഇവിടെ റിട്ടേൺ ആയി. ഇനി ദി അഡ്വഞ്ചർ ബിഗിൻസ്. ഒരുപാട് കാര്യങ്ങൾ ഇനി നമ്മുടെ ചാനലിൽ വരാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ പ്ലാൻ ഉണ്ട്. എന്തായാലും വിൽ സീ. ഡ്രീം ബൈക്ക് വാങ്ങി. ഐ ആം സോ ഹാപ്പി. ഇനി അത് വെച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രൊഫഷണൽ ഗ്രാവൽ ബൈക്ക്. ട്രെയിൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഈ ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രെയിൻ ക്യാൻസലാണ്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത ട്രെയിൻ പിടിക്കുമ്പോൾ 2 മണിക്കൂർ നമുക്ക് നഷ്ടപ്പെടും. വിഷ്ണുവിനെ നമ്മൾ പെടുത്തി ആസ് ഓൾവേസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വിഷ്ണു എന്നായിരുന്നു നമ്മളെ കൂടെ. അന്ന് ഒരുപാട് സമയം ഉണ്ടായിരുന്നു ട്രാവല്. 3.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ബൈക്ക് വാങ്ങാൻ. അതെ, അമ്മീൻ്റെ ബൈക്ക് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. എന്താണ് ഇപ്പൊ തോന്നുന്നത്? ഐ എം ഫീലിംഗ് സോ ഹാപ്പി. കാരണം ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് സൈക്ലിങ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഒരുപാട് ആഗ്രഹമുണ്ട് അത് വാങ്ങിക്കണം അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ 1-2 ആഴ്ച ഡിലേ ചെയ്യാം. എന്നിട്ടും നിങ്ങൾക്ക് അത് വേണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്ന പ്രായത്തിൽ നിങ്ങളത് ചെയ്യണം. അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞാൽ നിങ്ങളത് റിഗ്രറ്റ് ചെയ്യും. അനുഭവം ഗുരു. കാരണം ഞാൻ ഇതുപോലെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് അതിനുള്ള താല്പര്യം ഉണ്ടാവണമെന്നില്ല. കുറേ കാലം കഴിഞ്ഞാൽ ചിലപ്പം നമുക്കിപ്പോഴുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. റൈഡ് പോകുന്നതായിരിക്കും അല്ലേ? നമ്മൾ പെട്ടെന്ന് തന്നെ റൈഡ് പോകുന്നതായിരിക്കും. ഒരു റൈഡല്ല, ഒരുപാട് റൈഡ് പോകുന്നതായിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ സമ്മറൊക്കെ സ്റ്റാർട്ടായി, ക്ലൈമറ്റൊക്കെ ഓക്കെ ആയി വരികയാണ്. അപ്പോൾ വാങ്ങിച്ചത് കറക്റ്റ് ടൈമിലാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഷാല്ലാ നമുക്ക് ചെയ്യാം. ക്ലൈനൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ OLX, eBay ഒക്കെ പോലെ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റാണ്. സോ എന്തുകൊണ്ട് ഞങ്ങൾ ഫ്രഷ് വാങ്ങിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ തീരുമാനിച്ചു? ആക്ച്വലി ഇവിടുത്തെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് വളരെ നല്ലതാണ്. കാരണം ഇപ്പോൾ അവർ സെക്കൻഡ് ഹാൻഡ് സെല്ല് ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അതിൻ്റെ കണ്ടീഷനൊക്കെ നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് മാത്രമേ അവർ സെല്ല് ചെയ്യുള്ളൂ. പൊതുവേ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തതും ഉണ്ടാവും. നിങ്ങൾ നോക്കി കണ്ടിട്ട് എടുക്കുക. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു 1000 euro ഒരു സാധനത്തിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വലിയ ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും ഇല്ലാതെ അതേ സെയിം സാധനം നമുക്കൊരു 500-600 യൂറോനൊക്കെ കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നല്ല രീതിയിൽ പൈസ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് റീസൺ, നമ്മളൊരു ഫ്രഷ് ഒരു സാധനം വാങ്ങിക്കുമ്പം അതിൻ്റെ അകത്ത് ബേസിക് ആക്സസറീസ് പലതും ചിലപ്പോൾ ഉണ്ടാവില്ല. അത് നമ്മൾ പിന്നെയും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ ഇതൊക്കെ ഓൾറെഡി അവർ വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ റെഡി ടു ഗോ കണ്ടീഷനിലായിരിക്കും നമുക്ക് സാധനങ്ങൾ കിട്ടുക. ട്രെയിൻ എടുത്ത് ഞങ്ങൾ ക്യൂത്തം വരെ പോയി. അവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ബസ്സായിരുന്നു. ബസ്സിൽ സൈക്കിൾ കയറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവർ കയറ്റി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മുടെ പുതിയ സൈക്കിളിന്റെ മുതലാളി. നമ്മൾ വീട്ടിലെത്തി. ഹലോ, നമ്മുടെ സൈക്കിൾ പർച്ചേസും പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറച്ച് ആക്സസറീസ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. ഇന്നും നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് വിഷ്ണു. എന്തൊക്കെയാ വാങ്ങിക്കാറുള്ളത്? ഇത് മറ്റേ ലൈറ്റ് അല്ലേ? നല്ല വിളിച്ചുണ്ടോ? കുറെ ക്യാമ്പിംഗ് സാധനങ്ങളുണ്ടല്ലേ? അത് കൊള്ളാല്ലേ? ഫോൾഡബിൾ കെറ്റിൽ.
ഡിക്കാത്ലോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ചുറ്റും കാണാതെ വഴിയില്ല. നോക്കുന്ന 3 മണിക്കൂർ വരെ കംഫർട്ടബിൾ ആയിരിക്കും. 3 മണിക്കൂറിന് 3 മണിക്കൂറിന് മുകളാണെങ്കിൽ ബിഗ് ഷോട്ട് യൂസ് ചെയ്യണം. Ready for the ride? അപ്പോ പുതിയ സൈക്കിൾ കൊണ്ട് ഞങ്ങള് ടെസ്റ്റ് റൈഡ് എടുക്കാൻ വേണ്ടിട്ട് വന്നാണ്. ഞങ്ങള് മലയും കുന്നൊക്കെ കേറി. I feel good. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ